ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ മുടിവെട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അമ്മമ്മയ്ക്ക് ഫുഡ് കൊടുത്ത് ഞാൻ ഫുഡ് കഴിക്കണം. അപ്പോൾ എന്താ ഞാൻ കഴിക്കണേന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാലും വേണ്ട. സാൽമൺ ഒരു പീസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ അച്ചിങ്ങ ഓവനിൽ വെച്ചാണ് കേട്ടോ. അതുപോലെ ആസ്പാഗാസ് നല്ലതാണ് കേട്ടോ. ഇത് ഒത്തിരി അയണൊക്കെ ഉള്ള സംഭവമാണ് ഇത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ലഞ്ച്. നമ്മുടെ നാട്ടിലെ ആ കുഞ്ഞിനെ കൊന്ന കാര്യം നമുക്ക് എന്താ പറയുക, അമ്മമാരായ ആർക്കും അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമുക്ക്, അല്ലേ? എനിക്കിത് വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിനെ ആർക്കെങ്കിലും വളർത്താനെങ്കിലും ആ അമ്മയ്ക്ക് കൊടുക്കാമായിരുന്നു. നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെയൊക്കെ ഒരു മനസ്സിൻ്റെ ക്രൂരത. എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്നും എൻ്റെ മകൾക്ക് 20 വയസ്സായി, മൂത്ത മകൾക്ക്. എങ്കിൽ പോലും എനിക്ക് ഇന്നും അവൾക്കൊരു കുഞ്ഞി പയ്യായിക, അല്ലെങ്കിൽ എൻ്റെ രണ്ടാമത്തെ കുട്ടി 14 വയസ്സായി, അവൾക്കും ഒരു പനിയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് നെഞ്ച് തകർന്നു പോണ ഒരു അവസ്ഥ. ആ കുഞ്ഞ് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് സഹിക്കാൻ പറ്റില്ല, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമമൊക്കെ മാറ്റി എഴുതേണ്ട ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞു. നമ്മുടെ നിയമത്തിൽ തെറ്റ് ചെയ്തവർക്ക് ഒരിക്കലും ഒരു ശിക്ഷയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ചെയ്യാനൊരു പേടിയുമില്ല. ഞാനൊക്കെ എൻ്റെ കുഞ്ഞിനെ, എൻ്റെ മക്കളെ നമ്മുടെ ഒരു ഇമോഷൻസിൻ്റെ പേരിൽ, അതായത് നമ്മളന്ന് കടന്നുപോയ സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ മകളെ ഞാൻ ഒരുപാട് തല്ലുമൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ മൂത്ത മകളെ കേട്ടോ. അവൾ ഇന്നത് പറയുമ്പോൾ അന്ന് ഞാൻ ചെറിയ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം അന്ന് ഞാൻ എൻ്റെ മകളെ ഒത്തിരി വേദനിപ്പിച്ച സമയം. പക്ഷെ ഇന്ന് അവളത് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കുഞ്ഞ് എത്രത്തോളം വേദന അനുഭവിച്ചെന്നുള്ളത് 1.5 വയസ്സുള്ള കുഞ്ഞിന്. ശരിക്കും പറഞ്ഞാൽ അവളെ മാത്രമല്ല അവനെ തൂക്കിക്കൊല്ലണം. അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ? വായിച്ചിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങളല്ലേ, അത്രയും ബുദ്ധിമുട്ടല്ലേ മെൻ്റലി. എന്താ അല്ലേ അവസ്ഥ? നാട്ടിൽ മരണം, കൊലപാതകങ്ങൾ, നമ്മുടെ നാട് വളരെയേറെ മോശമായ അവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോകണേ. എന്ത് ചെയ്യുക? എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാകുമായിരിക്കും.